അപ്പം എന്താ പറയണത് കുട്ടികളെ? ഫറല്ലാൻ റമലാൻ നോമ്പ് എന്ന് നീ അറിയണേ, ഒഴിക്കുന്നതും വൻ കുറ്റമാണെന്നോർക്കണേ. ബദനിൻ്റെ അമലിൽ അഫ്ളലും നിസ്കാരമാ, ശരീരത്തിൻ്റെ പിന്നീട് ശ്രേഷ്ഠതയുള്ള അമലത് നോമ്പുമാ. അബുൽ ബഷർ ആദൻ നബി മുതൽ നോമ്പുള്ളതാ, റമലാൻ്റെ നോമ്പ് നമുക്ക് മാത്രം തന്നതാ. ഇത് ഹിജ്റ 2 തന്നെ ശഅബാൻ മാസമിൽ ഫറലാക്കപ്പെട്ടെന്നും സുയൂത്തി റിസാലയിൽ. ഇരുലൈലിലധികം പൂർണ്ണമാസമിൻ്റെ അന്ത്യമിൽ മറയുന്നതല്ലെന്നാണ് ചന്ദ്രൻ നിയമമിൽ. അതുപോലെ പൂർണ്ണമിൽ ഒറ്റ രാത്രിയിൽ മാത്രവും മറയുന്നതാണെന്നാണ് മാസവസാനവും. ഇരുരാത്രി ആകാശം തെളിഞ്ഞാൽ ചന്ദ്രനും കാണാതെ വന്നാൽ പിന്നെ നോമ്പാ മൂന്നിനും. ഇത് നീ ബുജൈരിമിൽ നോക്കിയാൽ കാണുന്നതാ, 73-ാം പേജ് 2 വന്നതാം. തിരുമുസ്തഫ അനുഷ്ഠിച്ച റമലാൻ 9 എന്നും മിയാനത്ത് നോക്കിയാൽ കാണുന്നതാ. പരിശുദ്ധ മാസത്തിൻ്റെ ആദ്യം തന്നെയായി സ്വർഗത്തിലുള്ള അബ്വാബുകൾ തുറക്കുന്നതായി. ജഹന്നമിൻ്റെ അബ്വാബുകൾ അടക്കപ്പെടും, ശൈത്താനെ ശൃംഖല കൊണ്ട് പൂട്ടിയിടപ്പെടും. 60 പരം പേരുകൾ ഉണ്ടെന്ന് അത്ലാഖാനിയും വ്യക്തമായി പറയുന്നു. ഷഹറുള്ള ഷഹറുൽ ഉമ്മത്തി ഷഹറുൽ ഖിയാം, ഇതുപോലെ മറ്റൊരു നാമമാ ഷഹറുസ്സിയാം. വാലിയത്തിൽ നീ നോക്ക് 1-ാം ഭാഗമിൽ കാണുന്നതാണതിനുള്ള 7-ാം പേജതിൽ. റമളാൻ്റെ നോമ്പനുഷ്ഠിച്ചു നല്ലൊരു രീതിയിൽ പൊറുക്കപ്പെടും അവൻ ചെയ്തതും മുൻകാലമിൽ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാം. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. ഒരു കാരണം കൂടാതെ റമളാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ. ഒരു വർഷ നോമ്പനുഷ്ഠിച്ചതിന് നീ പകരമായി അത് തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. തുറുമുദിയിലും ഇത് നോക്കിയാൽ കാണുന്നതാ. വസ്സൗമുലി എന്നാണ് റബ്ബ് പറഞ്ഞത്, അതുതന്നെ മതി എന്തു ശ്രേഷ്ഠതയാണത്.